നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയുണ്ട്. സൂര്യ തേജസ്സിന് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി നടേശനെക്കുറിച്ചുള്ള അവരുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം SNDPയുടെ ദീർഘകാലം കുമാരനാശാൻ്റെ കാലമൊക്കെ കഴിഞ്ഞാൽ ദീർഘകാലം അദ്ദേഹം SNDPയുടെ ഭാരവാഹിയായി ഇരുന്നു ആണ്. ഇപ്പോഴ് ട്രസ്റ്റിൻ്റെയൊക്കെ അമരത്ത് 30 വർഷത്തിൽ കൂടുതലായി ഇരിക്കുന്ന ഒരു നേതാവാണ്. ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ നമുക്ക് ബഹുമാനിക്കണം. അദ്ദേഹത്തിൻ്റെ ചുമതല സാമുദായിക നവോത്ഥാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ചുമതലയല്ല. ഇന്ന് അദ്ദേഹത്തിന് 89 വയസ്സാവുകയാണ്, 90 വയസ്സിലേക്ക് കടക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചുമതല മറ്റൊരു ചുമതലയില്ല അദ്ദേഹത്തിന്. SNDPയിലും പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിനും, SNDPയിൽ ഈഴവ വിഭാഗക്കാരനുള്ള കൂടുതൽ വിഭാഗത്തിന് ആവശ്യമായ നേട്ടങ്ങൾ സർക്കാരിൽ നിന്നും മറ്റു സ്ഥലത്തു നിന്നും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അജണ്ട. 100,000 അജണ്ടയൊന്നുമില്ല. അപ്പോൾ അതിന് ബോധപൂർവകമായി അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം സമുദായത്തിനൊരു ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് മുള്ളേറ്റുവാങ്ങിയ ആളാണ്, കല്ലേറേറ്റുവാങ്ങിയ ആളാണ്. പക്ഷെ അങ്ങനെ മുള്ള് കിട്ടുമ്പോഴും കല്ലേറ് കിട്ടുമ്പോഴും അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി തെറിക്ക് പകരം തെറി, പത്തലിന് പകരം പത്തൽ എന്നുള്ള കൺസെപ്റ്റേ അല്ല, മറ്റൊരു തരത്തിലുള്ള രീതിയിൽ പറയേണ്ടത് പറഞ്ഞു തന്നെ പോകുന്ന ഒരു നേതാവാണ്. അത് വലിയ ധൈര്യമാണ്, ധീരതയാണ്. ഞാൻ SNDP വിഭാഗത്തിലൊന്നും വരുന്ന ഒരാളല്ല. ഞാൻ ഇനി പറഞ്ഞു വരുമ്പോൾ ഞാൻ എൻ്റെ ജാതി പറയുന്നതല്ല കേട്ടോ ചാനലിലൂടെ. ഇയാൾ ഇനി ഈഴവനാണോ അതോ SNDPക്കാരനാണോ, അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ ബർത്ത്ഡേ എന്നൊന്ന് തള്ളിയതാണോ, അല്ല. ഞാൻ ഈ വിഭാഗത്തിൽ വരുന്ന ആളല്ല. അതുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമാവില്ല. അതുകൊണ്ടാണ്. ഞാൻ ഈഴവ സമുദായത്തിൽ ജനിച്ച ആളല്ല, ഈ വിഭാഗത്തിൽ വരുന്ന ആളല്ല. അപ്പോൾ എന്നാലും ഗുരുദേവനെ വലിയ ഇഷ്ടമാണ്. ഗുരുദേവനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികൾ, ഗുരുദേവൻ, അയ്യാ ഗുരു, അങ്ങനെ തുടങ്ങിയ ആത്മീയ നേതാക്കളെയൊക്കെ വലിയ ഇഷ്ടമാണ്. അവരുടെ പുസ്തകങ്ങൾ വായിക്കുക, അവരുടെ പറ്റുമെങ്കിൽ അവരുടെ ജീവിത ശൈലി, അതായത് അവർ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർന്നു കിടക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അത്തരത്തിലേക്കുള്ള ബന്ധമാണ് നമുക്ക് SNDPയുമായിട്ടുള്ളത്. തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ഒരു ധാർഷ്ട്യമല്ല, ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് കാണണം. വളരെ ഇച്ഛാശക്തിയുള്ളൊരു നേതാവാണ്. എത്ര കേസുകളാണ് വന്നത്, എല്ലാത്തിനെയും വളരെ കൂളായിട്ട് തന്നെ നേരിടുന്നു. കോടതിയിലുള്ളത് കോടതിയിൽ, സംഘടനയിലുള്ളത് സംഘടനയിൽ, ഗവൺമെൻറ്റിലുള്ളത് ഗവൺമെൻറ്റിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ നിൽക്കുന്ന നേതാവാണ്. അപ്പോൾ അപ്രിയ സത്യങ്ങൾ ഒരുപാടുണ്ട്. അത് അദ്ദേഹം വിളിച്ചു പറയും. പറയുന്നതിൽ പലതും ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. സമൂഹം എന്തായാലും വെള്ളാപ്പള്ളിയുടെ ശബ്ദം ശ്രവിക്കാറുണ്ട്. മീഡിയക്കാരുടെയൊക്കെ മാനസപുത്രനാണ്, വേണ്ടപ്പെട്ട ആളാണ്, വളരെ രീതിയിൽ തമാശ പറയുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയൊരു മനസ്സിനുടമയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്നുണ്ട്. ഒരുപാട് SN ട്രസ്റ്റിൻ്റെ പേരിൽ ഒരുപാട് സ്കൂളുകളും കോളേജുകളും സ്ഥാപനങ്ങളും നടത്തുന്നു. അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസിലൊക്കെ ചില വിഷയങ്ങളുണ്ട്, കോടതി പ്രശ്നം അതൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അതെല്ലാം നടത്തുന്നു. അങ്ങനെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുടെ ആശാകേന്ദ്രമായിട്ടുള്ള അങ്ങനെ പ്രവർത്തിക്കുന്ന അപൂർവം സാമുദായ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ നമ്മുടെ ചാനലിനും ഒരു സന്തോഷം അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് സന്തോഷം അറിയിക്കുന്നത്. ഇതുപോലെ മഹാരഥന്മാർ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വലിയ നേതാക്കളിലേക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യും. എന്തായാലും വെള്ളാപ്പള്ളി നടേശന് ആയുരാരോഗ്യമുണ്ടാകട്ടെ. കഴിയുന്നത്ര കാലം അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നല്ല ആരോഗ്യമുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവിധ ജന്മദിനാശംസകളും തേരുന്നു. ഇത് പത്രത്തിൽ കിടക്കുന്ന പോലെ തന്നെ ഒരു വളരെ സമാനതകളില്ലാത്തൊരു നേതാവാണ്. അദ്ദേഹത്തിന് നമ്മളെ എതിർക്കാം, വിമർശിക്കാം, ഉൾക്കൊള്ളാം, അവഗണിക്കാനാവില്ല എന്ന ഒരു സന്ദേശമാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവരുടെ എല്ലാ ശബ്ദം, ഓരോ വിഭാഗത്തിൻ്റെയും ശബ്ദം ഉയർന്നു വരട്ടെ. അതിലൂടെ ആ വിഭാഗങ്ങൾക്ക് നന്മയുണ്ടാവുകയും എന്നാൽ പൊതുവിഭാഗത്തിൽ വലിയ സംഘർഷവും പ്രശ്നങ്ങളും ഇല്ലാതെ പോവുകയും വേണം. സാമുദായിക സംഘർഷവും ജാതിസ്പർദ്ധയും മതസ്പർദ്ധയും ഉണ്ടാകാനും പാടില്ല. എന്നാൽ സമുദായങ്ങൾ അവരുടേതായ നവോത്ഥാനം നടത്തുകയും വേണം. ആ നിലയിൽ കൂടുതൽ കരുത്തോടുകൂടി വെള്ളാപ്പള്ളി നടേശൻ ജ്വലിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, കുഴപ്പങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെ സ്വയം തിരുത്തട്ടെ. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. എന്തായാലും ധീരനായ നേതാവിന് SNDPയുടെയും അത് SN ട്രസ്റ്റിൻ്റെയും ഒക്കെ അമരക്കാരനായിട്ടുള്ള സാരഥിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന് 90ാം
ജന്മദിനമാകുമ്പോൾ ഒരു ഊഷ്മളമായ ജന്മദിനാശംസകൾ നേരുന്നു.